അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്റ്റാർ മാജിക്കിൽ ഫ്ലവേഴ്സിൽ അലക്കി പൊളിച്ച നമ്മുടെ തങ്കച്ചനെ ഓർമ്മയില്ലേ? തങ്കച്ചൻ വിതുര. ഒരുപക്ഷെ ഈ ഭാവപ്പകർച്ചയിലൂടെ, വേഷപ്പകർച്ചയിലൂടെ എന്നും പ്രേക്ഷകർക്ക് അത്ഭുതമാണ് നമ്മുടെ ഈ തങ്കച്ചൻ വിതുര. എത്രയോ വേഷങ്ങൾ കുട്ടിയാടി. ഇപ്പോൾ ഈ ഓണക്കാലത്ത് പ്രത്യേകിച്ച് ഈ നാളെ നബിദിനമാണ്. മുത്തുനബി എന്ന പേരിൽ ഒരു ആൽബം ഇപ്പോൾ തങ്കച്ചൻ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് ഈ ഫ്ലോറിൽ തന്നെ റിലീസ് ചെയ്യണമെന്ന് തങ്കച്ചൻ നിർബന്ധം. തങ്കച്ചൻ കണ്ട ഒരു ദുസ്വപ്നമാകാം. എന്തായാലും തങ്കച്ചന് ഇതിലെ പാട്ട് പാടിയിട്ടുണ്ട്. ഇതിൻ്റെ സംഗീതം എല്ലാം തങ്കച്ചനായിരിക്കുന്നത്. ഈവൻ അവിടെ അടിച്ചു വാരൽ ആവശ്യമുണ്ടെങ്കിൽ അതും തങ്കച്ചൻ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തങ്കച്ചൻ വിതുര നമ്മുടെ ഫ്ലോറിലേക്ക് വരുന്നു. ഹായ് തങ്കച്ചൻ, വരൂ തങ്കച്ചൻ. തങ്കച്ചനെ കണ്ട് കുറേ ദിവസങ്ങളായി. അപ്പോൾ ഇത് കൊള്ളാമല്ലേ? തിരിച്ചു പിടിച്ചാലോ? സർപ്രൈസ് അല്ലേ? ഒരു സർപ്രൈസ്. തങ്കച്ചൻ എപ്പോഴും സർപ്രൈസിൻ്റെ ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി ഒന്ന് പ്രേക്ഷകരെ നമ്മൾ സർപ്രൈസിലാക്കാൻ പാടില്ല. ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതാണ്. നമുക്കൊന്ന് പൊക്കി പിടിച്ചാലോ? ഓക്കെ, മുത്തുനബി. അപ്പോൾ തങ്കച്ചൻ്റെ പുതിയ ആൽബമാണിത്. ഈ ആൽബമാണ് നമ്മൾ ഇന്നിപ്പോൾ റിലീസ് ചെയ്യുന്നത്. ഒന്ന് ക്ലോസിൽ കാണിച്ച ആൾക്കാരൊന്ന് കണ്ടോട്ടെ. കണ്ട, ഇതാണ് അതിൻ്റെ ക്ലോസ്. ഇത് റിലീസ് ചെയ്യുന്നത് തങ്കച്ചൻ്റെ കൈകളൊക്കെ ഉയർത്തി ശൂന്യതയിൽ നിന്ന് എന്തോ ആവശ്യപ്പെടുന്ന പോലെ ഉണ്ടല്ലോ. അതെ 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 അതെ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഔദ്യോഗികമായിട്ട് നമ്മൾ റിലീസ് ചെയ്യുന്നു. ഓക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ തങ്കച്ചൻ തന്നെ പ്രചരിപ്പിച്ചോളൂ. ഓക്കെ, അപ്പോൾ ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കണ്ടു തങ്കച്ചൻ്റെ ഈ ആൽബം. മുത്തുനബി എന്ന ആൽബം നമ്മൾ റിലീസ് ചെയ്യുന്നു. തങ്കച്ചൻ വിതുര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. യൂട്യൂബ് ചാനൽ ഉണ്ടല്ലേ? തങ്കച്ചൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? ഇത് QTV എന്നാണ്. പക്ഷേ QTV എന്ന് പറഞ്ഞാൽ തങ്കച്ചൻ വിതുര എന്നാണ്. Q എന്ന് പറഞ്ഞാൽ തങ്കച്ചൻ വിതുര. ക്വാളിറ്റി തങ്കച്ചൻ വിതുര. ഓക്കെ, സൂപ്പറായി. QTV. ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ അതാണ്. അത് കൊള്ളാം. അതുമല്ല, ഇപ്പൊ എത്ര കെ ഉണ്ട് അവിടെ സബ്സ്ക്രിപ്ഷൻ? അത് ഇങ്ങനെ ആയി വരുന്നു. എല്ലാവരും കാണും. ഇപ്പൊ എത്ര ഉണ്ടോ അതിന്റെ 16 ഇരട്ടിയാവും ഈ ദിവസം. അയ്യോ, സന്തോഷം. തങ്കച്ചൻ വിതുര നീണാൾ വാഴട്ടെ. ഇത് സാറ് തന്നെ ചെയ്യണമെന്നും ഞാൻ ചെയ്തു. അല്ല, അത് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി. ആഗ്രഹം നടപ്പിലാക്കി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനിയിപ്പം തങ്കച്ചന്റെ വിശേഷമൊക്കെ ചോദിക്കണ്ടേ? അപ്പൊ ഞാനിത് അങ്ങോട്ട് നോക്കിട്ടോ. ഓക്കെ, ഇതങ്ങോട്ട് വെച്ചോളൂ. നമ്മുടെ ക്യാമറമാനാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ. നല്ല മനുഷ്യനാ. ഓക്കെ, അപ്പൊ തങ്കച്ചൻ എവിടെ ഉണ്ട് ഇപ്പോൾ? സ്റ്റാർ മാജിക് കുറച്ച് ദിവസമായിട്ട് നിർത്തി, ഒരു ഇടവേള ഇട്ടിരിക്കുകയാണല്ലോ. അതെ, അല്ല, ഞാൻ ഈ പരിസരത്തൊക്കെ ഉണ്ട്. ആൽബത്തിന്റെ ഇതിനു മുമ്പ് ഒരു ആൽബം ഇറങ്ങിയായിരുന്നു. അപ്പൊ അതിനുശേഷം ഇറങ്ങിയ ഈ ആൽബം. ഓക്കെ, ഈ ആൽബത്തിന്റെ ഒരു പ്രത്യേകത എന്താ? ഈ മുത്തുനബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നബിദിനമായിട്ട്, പിന്നെ പ്രവാസികൾക്ക്, നമ്മളെ പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി ആണ്. അതായത് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതും ഒരു ട്രിപ്പിന് പോകുന്നതും അത് സാറിൻ്റെ കൂടെയാണ്. ലാലേട്ടൻ്റെ ഷോയ്ക്ക് അബുദാബിയിൽ. അതാണ് ഞാൻ ആദ്യമായിട്ട് ആദ്യമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രവാസി സുഹൃത്തുക്കളെ പ്രേക്ഷകരെ ഉണ്ടാക്കി തന്നതും ഈ ചാനലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആൽബം റിലീസ് ചെയ്യാൻ എന്തുകൊണ്ട് തങ്കച്ചനെ വന്ന വഴി തങ്കച്ചൻ ഒരിക്കലും മറക്കുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വളരെ സന്തോഷം. തങ്കച്ച, ഈ ആൽബത്തിലെ പാട്ട് തങ്കച്ചൻ തന്നെ പാടിയാണല്ലോ. മ്യൂസിക്കും തങ്കച്ചൻ തന്നെയാണ്. ഇത് എഴുതിയതോ? ഞാൻ തന്നെയാണ്. എൻ്റെ പൊന്നെ, അപ്പോൾ ഇത് ഫുൾ പാക്കേജ് ആണല്ലോ തങ്കച്ച. അപ്പോൾ അതിലെ ഒരു 2 ലൈൻ ഒന്ന് തങ്കച്ചൻ തന്നെ പാടിയല്ലോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒറിജിനലിൽ നിന്നുള്ള സംഭവം കൂടെ നമുക്ക് സാങ്കേതികത വെച്ച് കൊടുക്കാം. ആദ്യ പാദം കുത്തിയതാര്, കനിവി നേടിയതെത്ര പേര്, കടൽ കടന്നൊരു നബിയുടെ നാട്, കഥന കണ്ണീരൊപ്പിയ നാട്, ആഴമേറും ആശയോടെ പറവ പോലെ ഞാൻ പറന്നേ, കാലമെല്ലാം മണ്ണിലാണേ, 2 കണ്ണും വീടിലാണ്. നമ്മൾ ഇനി സ്ലോവില് നമ്മൾ ഡിസോൾവ് ചെയ്ത് അതിലേക്ക് കയറുന്നു. ഒറിജിനൽ ആൽബം. ഓക്കെ, PCR പ്ലീസ്. ആദ്യപാദം കുത്തിയതാര്, കനിവ് നേടിയതെത്ര പേര്, ആദ്യപാദം കുത്തിയതാര്, കനിവ് നേടിയതെത്ര പേര്, കടൽ കടന്നൊരു നബിയുടെ നാട്, കഥന കണ്ണീരൊപ്പിയ നാട്, ആഴമേറും ആശയോടെ പറവ പോലെ ഞാൻ പറന്നേ, കാലമെല്ലാം മണ്ണിലാണേ, 2 കണ്ണും വീടിലാണേ, ഭാരമെല്ലാം എന്നിലാണേ, എൻ്റെ അഭയം നിന്നിലാണേ. മുത്തുനബിയേ മുത്തുനബിയേ പുണ്യനബിയേ പുണ്യനബിയേ, മുത്തുനബിയേ മുത്തുനബിയേ പുണ്യനബിയേ പുണ്യനബിയേ.
കാണാൻ വന്നതല്ല, നാവിൽ വന്ന പാട്ടുമല്ല. എന്റെ പാട്ടിൻ കഥകളുണ്ട്, ഏറ്റുപാടാൻ തിരകളുണ്ട്, താരകങ്ങൾ കാവലുണ്ട്, സാഗരങ്ങൾ സാക്ഷിയുണ്ട്. ആരുമില്ല ഇന്നെനിക്ക് കൂട്ടിനിക്കാൻ നിഴലുമുണ്ട്, ആരുമില്ല ഇന്നെനിക്ക് കൂട്ടിനിക്കാൻ നിഴലുമുണ്ട്. തങ്കച്ച പാട്ടൊക്കെ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ തങ്കച്ച കാര്യങ്ങൾ പറഞ്ഞ് അപ്പൊ ഇപ്പൊ വിതുരയിലുണ്ടോ? ഇടയ്ക്കൊരു കല്യാണം കഴിക്കാനൊക്കെ ആലോചന ഉണ്ടായിരുന്നു, വേണ്ടെന്ന് വെച്ചോ? അല്ല, അത് അന്ന് ഞാൻ ഒരിക്കൽ ചാനലൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സാറ് നമ്മളെ വിളിക്കണം. ഞാൻ ഒരു ഇല ചോറ് കളയരുത്. ഓക്കെ. ഈ ഓണക്കാലത്ത് എന്താ പരിപാടി? ഓണക്കാലത്ത് പ്രോഗ്രാം ഉണ്ട്. ഇനി നാളെ തിരുവോണം മൂന്നാവണം ഒക്കെ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ സ്റ്റേജ് ഷോ ഒരല്പം കുറവാണ് സാർ. എല്ലാ കൂടിയിട്ടുണ്ട്. തങ്കച്ചൻ എന്താ കുറഞ്ഞ്? അല്ല, എല്ലാ ആർട്സുകളും കുറവാണ്. കുറവല്ലേ? സ്റ്റേജ് ഷോ കുറവാണ്. അതെന്താ ഈ അടുത്ത കാലത്തായിട്ട് സ്റ്റേജ് ഷോകൾക്ക് ഇങ്ങനെ കുറവ് വരാൻ കാരണം? അല്ല സാറേ, ഈ മൈക്ക് ഓർഡറിന്റെ ഒരു വിഷയം വന്നപ്പോൾ ഷോയ്ക്ക് അങ്ങനെ ഒരു 10 മണി വരെ അതെ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ സാധാരണ പ്രോഗ്രാം ഒരു സമിതിക്കൊക്കെ രണ്ട് പ്രോഗ്രാമൊക്കെ ഉണ്ടാവും. രണ്ടാമത്തെ പ്രോഗ്രാമൊക്കെ തീരുന്നത് 2 മണിക്കും 3 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ 10 മണിക്കകത്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രോഗ്രാമേ കാണുള്ളൂ. അതുകൊണ്ട് പറ്റിയതാ. സാധാരണ ഈ ഓണക്കാലത്തൊക്കെ എങ്ങനെയാ തങ്കച്ചൻ വീട്ടിൽ കാണുമോ അതോ പരിപാടികളുമായിട്ട് ഇങ്ങനെ പറന്നു നടക്കുമോ? അല്ല, പ്രോഗ്രാം ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ പ്രോഗ്രാമായിരിക്കും. ഇപ്പൊ പ്രോഗ്രാം ഒന്ന് കുറവായതുകൊണ്ട് വീട്ടിലിരിക്കാം. അതെ, അതൊരു ഭാഗ്യമല്ലേ? അല്ലേ? ഇപ്പൊ തിരുവോണം അടിച്ചു പൊളിക്കുവോ നാളെ? തിരുവോണത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആൽബം, പിന്നെ നമ്മള് ഗുഡ് മോർണിംഗ് പ്രോഗ്രാമിൽ വന്നതിൽ, പിന്നെ ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചോളം പ്രോഗ്രാം. നാളെ പറഞ്ഞ പോലെ രാവിലെ തങ്കച്ചന് നിങ്ങൾക്ക് ഫ്ലവേഴ്സിലും കാണാം. മോർണിംഗിൽ രാവിലെ 8 മണിക്ക് ഓണത്തിനിടെ പുട്ട് കച്ചവടം എന്നുള്ള പരിപാടിയിൽ നമ്മളൊക്കെ അവതരിപ്പിച്ച പരിപാടിയാണ്. കേരളത്തിലെ മിമിക്രി താരങ്ങളുമായിട്ട് നമ്മൾ നീറ്റുമുട്ടുക. അതിൽ തങ്കച്ചൻ വിതുരിയുണ്ട്. അപ്പോൾ തങ്കച്ചൻ്റെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഗാനമുണ്ടല്ലോ, ആ 2 വരിയോടെ നമുക്ക് ഈ ചെറിയ അഭിമുഖം അവസാനിപ്പിക്കും. മറിയേരം മേരാട്ടുകുട്ടി മണി എൻ്റെ മേരെ സോപ്പ് പട്ടി, മറിയേരം മേരാട്ടുകുട്ടി മണി എൻ്റെ മേരെ സോപ്പ് പട്ടി, പാട്ടുപെട്ടി വട്ടപ്പട്ടി വെറുതെ നിന്ന കുട്ടം പട്ടി, സിസിലിക്കുട്ടിരെ തേപ്പ് പെട്ടി പാട്ടി തല്ലര മുറുക്കാൻ പറ്റി, സിസിലിക്കുട്ടിരെ തേപ്പ് പെട്ടി പാട്ടി തല്ലര മുറുക്കാൻ പറ്റി, മറിയേരം മേരാട്ടുകുട്ടി മണി എൻ്റെ മേരെ സോപ്പ് പെട്ടി. മറിയയുടെ അമ്മയുടെ ആട്ടുംകുട്ടിയായിട്ട് വിതുരയിലേക്ക് മടങ്ങുക. അത് കളയണ്ട. സൂപ്പറായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം സാർ. എനിക്ക് വളരെ സന്തോഷം. അതെ. അല്ല, എനിക്ക് ഈ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് ഇങ്ങനെ ഒരു അവസരം തന്നെ സന്തോഷം. തങ്കച്ച നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ. അപ്പൊ തങ്കച്ചൻ ഈ വഴി അങ്ങ് പോയ വിതുര എത്താം. ഓക്കെ, താങ്ക് യു. സ്ഥലം വിട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ തങ്കച്ചൻ വിതുരയായിരുന്നു. തങ്കച്ചന്റെ പുതിയ ആൽബം മുത്തുനബി എന്നുള്ള ആൽബം നമ്മൾ റിലീസ് ചെയ്തു. ഇനി സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്കത് കാണാം. ഓക്കെ, സന്തോഷം. താങ്ക് യു.